സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. വെളിനല്ലൂർ പഞ്ചായത്തിലെ മീയന നവമി കോറിയിൽ വന്ന വാഹനം തടഞ്ഞ് SDPIയുടെ തൊഴിലാളി സംഘടനയായ SDTUവിന്റെ പ്രവർത്തകർ കോറിയിലേക്ക് വാഹനവുമായി എത്തിയ ഡ്രൈവറെ മർദ്ദിക്കുകയും വാഹനം അടിച്ചു തകർക്കുകയും ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ക്വാറി ക്രഷർ ഓണേഴ്സും വാഹന ഉടമകളും സമരത്തിൽ പങ്കെടുത്തു. BMS, CITU, INTUC, AATUC, JTUC തുടങ്ങിയ അംഗീകൃത തൊഴിലാളി യൂണിയനുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു പ്രതിഷേധം നടത്തിയത്. നിലവിൽ തൊഴിൽ കാർഡ് ഉള്ളവർക്ക് പോലും തൊഴിലില്ലാത്ത സാഹചര്യം നിലനിൽക്കുമ്പോൾ പുതിയ ആളുകൾക്ക് തൊഴിൽ കാർഡ് നൽകാൻ സാധ്യമല്ലെന്ന് ലേബർ ഡിപ്പാർട്ട്മെന്റിന്റെ ഉത്തരവുള്ളപ്പോൾ SDTU നടത്തുന്ന സമരം അനാവശ്യമാണെന്ന് നേതാക്കൾ പറഞ്ഞു. നിരവധി തവണ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും ലേബർ ഓഫീസറുടെയും സാന്നിധ്യത്തിൽ മധ്യസ്ഥ ശ്രമം നടത്തി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടും SDTU അനാവശ്യ സമരം നടത്തി വരികയാണെന്ന് ആരോപിക്കുന്നു. എന്നാൽ ഇപ്പോൾ സമരത്തിന്റെ പേരിൽ അക്രമം നടത്തുകയാണെന്നും ഇത് കയ്യം കെട്ടി നോക്കി നിൽക്കാനാകില്ലെന്നും തൊഴിലാളി നേതാക്കൾ ഒന്നടങ്കം പറഞ്ഞു. സമരാഭ്യാസം നടത്തി ഈ ക്വാറി വ്യവസായത്തെ തകർക്കുവാൻ ഇത്തരം ലോബികൾ ശ്രമിക്കുകയാണെന്ന് നേതാക്കൾ ആരോപിച്ചു. DLO ഇവിടെ വന്ന് അന്വേഷിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ യാതൊരു വിധമായ അംഗീകാരവുമില്ല, നിങ്ങൾക്ക് തൊഴിൽ കാർഡ് തരാൻ സാധ്യതയില്ല എന്ന് അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ അത് കഴിഞ്ഞ് അവർ എന്തിനോ വേണ്ടി മസിൽ പവർ ഉപയോഗിച്ച് നമ്മളെ തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തുകയും നിയമപരമായ നിയമകാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ട പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ മാറ്റി നിർത്തി വണ്ടികൾ വരുമ്പോൾ കൈനിർത്തി RC ബുക്ക്, ഇൻഷുറൻസിന്റെ പേപ്പർ ഇതൊക്കെ ചോദിക്കുകയും ഈ പ്രാദേശിക തലത്തിലുള്ള പ്രവർത്തകർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അത് തിരിച്ചു പറയുകയും ചെയ്യും. എന്നാൽ യാതൊരു അറിവുമില്ലാത്ത, ഇവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല, കണ്ടിട്ടില്ലാത്ത ഡ്രൈവർമാരെടുത്ത് അവർ ആധികാരികമായി ഇതിന്റെ തൂക്കം, ഈ വണ്ടിയുടെ പേപ്പർ, ഈ വണ്ടിക്ക് എത്ര വർഷത്തെ പഴക്കമുണ്ട് എന്നൊക്കെ ചോദിച്ച് അവരെ തടഞ്ഞു നിർത്തി കുറഞ്ഞ 2-3 ദിവസമായി അത് നടന്നു വരികയാണ്. അതിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ് നമ്മളെല്ലാം സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ നമ്മൾ പരാതിപ്പെടുകയുണ്ടായി. എന്നാൽ കഴിഞ്ഞ 2 ദിവസം മുമ്പ് നമ്മളെ ഒരു ജ്യേഷ്ഠ അനുജ സഹോദരനെ പിടിച്ചു നിർത്തി മൃഗീയമായി ഉപദ്രവിക്കുന്ന ഒരു രംഗം നാം കാണാൻ ഇടവന്നു. അപ്പൊ ആരുമില്ലാത്ത സമയത്ത് 8-10 പ്രവർത്തകർ ഒരുമിച്ച് നിന്ന് ഒരു പ്രവർത്തകനെ, ഒരു തൊഴിലാളിയെ കയ്യേറ്റം ചെയ്യുന്നത് അവരെ ആണത്വമൊന്നുമല്ല. എനിക്ക് അവരോട് പറയാനുള്ളത്, അതൊക്കെ ഏതെങ്കിലും രീതിയിൽ പ്രതികരിക്കണം, അല്ലെ ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും കയ്യേറ്റം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ട്രേഡ് യൂണിയന്റെ നേതാക്കന്മാർ ഇവിടെയുണ്ട്. പാവപ്പെട്ട തൊഴിലാളികൾ, ഒരു ദിവസത്തെ ഉപജീവന മാർഗത്തിന് വേണ്ടി തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികളെ കയ്യേറ്റം ചെയ്യാതെ അതൊക്കെ തന്റേടമുണ്ടെങ്കിൽ ഈ നേതാക്കന്മാർ ഇവിടെ നിൽപ്പുകൊണ്ട് ഇവരെ വന്ന് കയ്യേറ്റം ചെയ്യണം. അതാണ് ആണത്വം. ഒളിഞ്ഞും മറിഞ്ഞും നിന്ന് പ്രവർത്തകരെ കയ്യേറ്റം ചെയ്യുന്നത് ആണത്വമല്ല. ഇവിടെ ആര് സമരം ചെയ്യുന്നതിനോടും തൊഴിൽ ദാതാവായി വരുന്നതിനോടും തൊഴിലിന് വേണ്ടി അവകാശവാദം ഉന്നയിക്കുന്നതിനോടും ഈ നാട്ടിലെ ഒരു തൊഴിലാളികൾക്കും എതിർപ്പില്ല. ഇവിടെ സമരം ചെയ്യുന്ന SDTU എന്ന ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിലെ തൊഴിലാളികളുടെ ചരിത്രത്തെ സംബന്ധിച്ച് നിങ്ങൾ പഠിക്കണം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന 1947 മുമ്പ് ഇന്ത്യയിലെ തൊഴിലാളികൾ സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ തൊഴിലവകാശങ്ങൾ നേടിയെടുക്കുന്നതിന്, അവരുടെ തൊഴിൽ സംരക്ഷിക്കുന്നതിന്, അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന്, അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് ബ്രിട്ടീഷുകാരനോടും മുതലാളിമാരോടും ജന്മിമാരോടും സമരം ചെയ്താണ് ഇന്ത്യയിലെയും കേരളത്തിലെയും സംഘടിത തൊഴിലാളി വർഗ പ്രസ്ഥാനം എന്ന് കാണുന്ന തരത്തിലേക്ക് വളർന്നു വന്നിട്ടുള്ളത് എന്ന ചരിത്ര യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുവാൻ SDTU തയ്യാറാകണമെന്ന് വിനയപൂർവ്വം ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഹനശക്തിയെ, തൊഴിലാളികളുടെ സഹനശക്തിയെ, ആ സഹനശക്തിയെ നിർവീര്യമായി കാണുവാൻ നിങ്ങൾ പരിശ്രമിച്ചാൽ തൊഴിലാളികളുടെ കൈകളെ സംബന്ധിച്ച് അത് പാറ പിടിക്കുവാൻ മാത്രമുള്ളതല്ല എന്ന ഓർമ്മ നിങ്ങൾക്കുണ്ടാകണമെന്ന് വിനയപൂർവ്വം ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. കായികമായി നേരിടാൻ തയ്യാറാണെങ്കിൽ ഇന്ത്യയിലെയും കേരളത്തിലെയും തൊഴിലാളികളുടെ ചരിത്രം നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ ഈ കേരളത്തിലെ കയർ മുതലാളിമാരോട്, മില്ലുടമകളോട് അടക്കം അവരുടെ ഗുണ്ടകളെ കായികമായി നേരിട്ടുകൊണ്ടാണ് കേരളത്തിലെ സംഘടിത തൊഴിലാളി
വർഗം അവരുടെ അവകാശങ്ങൾ സംരക്ഷിച്ച് എന്ന് കാണുന്ന തരത്തിലേക്ക് വളർന്നു വന്നിട്ടുള്ളത് എന്ന യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുവാൻ ഉൾക്കൊള്ളുവാൻ നിങ്ങൾ തയ്യാറാകണമെന്ന് ഞങ്ങൾ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ഞങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന സമരം എന്തിനു വേണ്ടിയാണ് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിവുണ്ടോ എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ടോ. എന്തുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്? ഇവിടെ SDTUവിനോ അല്ലെങ്കിൽ നാളെ ഏതെങ്കിലും ഒരു ട്രേഡ് യൂണിയൻ വന്ന് അവർക്ക് തൊഴിൽ വേണമെന്ന് ആവശ്യപ്പെട്ടാൽ അതിനെ നിരുത്സാഹപ്പെടുത്തുന്നവരല്ല ഇന്ത്യയിലെ തൊഴിലാളി വർഗം. അതുപോലെ തന്നെയാണ് പെരിയക്കോട്ടയും ഓട്ടുമലയിലെയും തൊഴിലാളി വർഗം. ഇപ്പോൾ ഈ സമരരംഗത്ത് വന്നിട്ടുള്ള ഇവർക്ക് എന്താണ് അവർ ഉന്നയിക്കുന്ന ആവശ്യം? അവർക്ക് തൊഴിൽ കിട്ടണം. അവർക്ക് തൊഴിൽ കിട്ടുന്നത് ഞങ്ങളാരും വിരോധത്തിലല്ല. ഇന്നത്തെ ഈ സംയുക്ത ട്രേഡ് യൂണിയൻ ഇന്ന് ഇവിടെ നടത്തുന്ന ഈ പ്രകടനവും ഈ യോഗവും ഞാൻ ഒരു കാര്യം വ്യക്തമായി പറയാം. ഇന്ന് 150ഓളം പേർക്ക് ഇന്ന് ലേബർ കാർഡ് കൊണ്ട് നിയമവിധേയമായി പണിയെടുക്കാൻ അവകാശമുണ്ടെന്നിരിക്കെ അവർക്ക് പോലും ജോലി കൊടുക്കാൻ സാധ്യമല്ലെന്നിരിക്കെ ഈ ട്രേഡ് യൂണിയനിലും അതിന്റെ പ്രസ്ഥാനങ്ങളുടെയും പേരിൽ നൂറുകണക്കിന് ആളുകൾ അവർക്ക് ഇനിയും തൊഴിൽ ആവശ്യമുണ്ടെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുമ്പോഴും അത് കൊടുക്കുവാൻ നിവൃത്തിയില്ലാതെ നിലവിലുള്ള ആളുകളെ പോലും പരിമിതമായി തൊഴിൽ നടത്തിക്കൊണ്ടുപോകുന്ന തൊഴിൽ ലഭിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം നിലവിലുള്ളത്. ഈ യാഥാർത്ഥ്യമെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ പ്രകോപനം ഒന്നും പറയുന്നില്ല. അവർ മനുഷ്യരാണ്. നിയമത്തെ അംഗീകരിക്കണം. രാജ്യത്തൊരു നിയമമുണ്ട്, ട്രേഡ് യൂണിയൻ നിയമമുണ്ട്, ഒരു പൊതു നിയമമുണ്ട്. ഇവിടെ ഒരു തൊഴിൽ സ്ഥാപനത്തിൽ 10 പേരെയാണ് തൊഴിലെടുക്കാൻ അവർക്ക് അവിടെ ആവശ്യമുള്ളെങ്കിൽ 20 പേര് വെക്കാൻ ഒക്കുമോ? ഏത് പ്രസ്ഥാനത്തിലും 10 പേർക്ക് തൊഴിൽ കൊടുക്കാനുള്ള സാവകാശമേ ഉള്ളൂ. അല്ലെങ്കിൽ നിയമപരമായോ അല്ലെങ്കിൽ അതിന്റെ കപ്പാസിറ്റിയോ ഉള്ളെങ്കിൽ 20 പേർക്കോ 30 പേർക്കോ തൊഴിൽ കൊടുക്കാൻ സാധ്യമാണോ? അതെന്ത് നിയമമാണ്? തൊഴിൽ എടുക്കാൻ ആവശ്യമുണ്ടെങ്കിൽ ഇവരെല്ലാം ആര് വന്നിരുന്നാലും കൊടുക്കും. ട്രേഡ് യൂണിയൻ അല്ലാതെയും അത് തൊഴിലെടുക്കാൻ ആവശ്യക്കാർ ഡിമാൻഡ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുമല്ലോ. അപ്പോൾ ഇതിന്റെ ഒരു തൊഴിൽ കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു സമരമൊന്നുമല്ല, മറിച്ച് ഇവർക്ക് ഈ ഭീകര പ്രസ്ഥാനമെന്നോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ പേരിൽ തെരഞ്ഞെടുപ്പിന് പോലും അധികമായും മത്സരിക്കുകയോ നിലനിൽക്കുകയോ ചെയ്യാത്തൊരു പ്രസ്ഥാനത്തിന്റെ പേരിൽ നടത്തുന്നത് ഒരുതരം ഗുണ്ടാപ്പണിയാണ്. അതിനെ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ ട്രേഡ് യൂണിയനോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കോ കഴിയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ സംയുക്തമായി ഈ കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അവർ 4 പേര് ഈ ഇവിടുത്തെ ഏതെങ്കിലും നേരത്തെ സൂചിപ്പിച്ചാൽ ഒരു പാവം പിടിച്ച ഒരു തൊഴിലാളിയെ, ഒരു ലോറിക്കാരനെ അല്ലെങ്കിൽ തൊഴിലാളിയെ ആക്രമിച്ചാൽ അത് കയ്യും കെട്ടി നോക്കി നിൽക്കുമോ കഴിയുമെന്ന് അവർക്ക് തോന്നുന്നുണ്ടോ? ഒരുപക്ഷെ അവർക്ക് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ചില പ്രവർത്തന പരിചയം കാണും, ചില പാരമ്പര്യം കാണും. ഞങ്ങൾക്കിതെല്ലാം അറിയാം. ഇതുകൊണ്ട് ഞങ്ങളൊന്നും ഓലപ്പാമ്പ് കണ്ടാൽ വിരണ്ടു പോകുന്ന ആളുകളൊന്നും അല്ല. SDPI SDTUക്കാളൊക്കെ തഴക്കവും പഴക്കവും ഈ രംഗത്ത് കണ്ടും കൊടുത്തും പോയിട്ടുള്ളവരാണെന്നുള്ള കാര്യം അവർക്ക് അറിയാതെ നേതാക്കന്മാർക്ക് ഇവിടെയുള്ള ഏതെങ്കിലും 4 പേരിവിടെ വന്നിരുന്ന് അവരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. നമ്മുടെ മേഖലയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കയ്യേറ്റ ശ്രമം അല്ലെങ്കിൽ ഒരു സംഘർഷം ഉണ്ടായി ഈ പറയുന്ന പ്രസ്ഥാനത്തിനകത്ത് ആദ്യത്തെ സംഭവമാണ്. അതിന്റെ ഒരു പ്രതിഷേധമാണ് ഇന്നിവിടെ നടക്കുന്നത്. നമ്മുടെ വണ്ടി യൂണിയന്റെ ആൾക്കാര്, ഡ്രൈവേഴ്സിന്റെ യൂണിയൻകാര്, ക്രഷറിന്റെ ഓണേഴ്സ്, കോറിയുടെ ഓണേഴ്സ്, അതേപോലെ ട്രേഡ് യൂണിയന്റെ തൊഴിലാളികളും അവരുടെ നേതാക്കളും, അപ്പൊ ഇവരെല്ലാവരും ഇന്ന് ഈ സമരസമിതിയിലുണ്ട്. അപ്പൊ നമ്മൾ കൂട്ടായിട്ടാണ് ഈ സമരത്തെ നേരിടാൻ ഒരുങ്ങുന്നത്. ന്യൂസ് ബ്യൂറോ, ഫേസ് ടു ഫേസ് മീഡിയ, കൊല്ലം.